പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് PCR. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, അതായത് ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ PCR, ഇത് വരുന്നത് ബിഫോർ റീകോമ്പിനേഷൻ ആണ്. ബിഫോർ റീകോമ്പിനേഷൻ, അതായത് നമ്മൾ റീകോമ്പിനന്റ് DNA ഉണ്ടാക്കുന്നതിന് മുന്നേ ആണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഞാനത് എഴുതിയിട്ടില്ല, പക്ഷെ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. റീകോമ്പിനേഷന് മുന്നേ ആണ് നമ്മളത് ചെയ്യുന്നത്. കാരണം റീകോമ്പിനേഷന് മുന്നേ നമുക്ക് മാക്സിമം റോ മെറ്റീരിയൽസ് കയ്യിൽ വേണം. അപ്പൊ ആ റോ മെറ്റീരിയൽസിന്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ PCR ചെയ്യുന്നത്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് സ്റ്റെപ്പ്? ദാറ്റ് ഈസ് ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആംപ്ലിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യാന്നാണ് അർത്ഥം. ഹൂ ഡെവലപ്ഡ് ദിസ് ടെക്നിക്? ഇതൊന്ന് ഓർത്ത് വെച്ചോളൂ. കാരി ബി മുള്ളസ് 1980 PCR എന്നുള്ള ഈ വലിയൊരു സംഭവം കണ്ടെത്തിയത്. നമ്മളിപ്പോ ഒരു ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിലൊക്കെ ചോദിക്കും, ഹൂ ഇൻവെന്റഡ് ദിസ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ? കാരി ബി മുള്ളസ്. നോക്ക്, നമ്മൾ ഈ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ഒരു ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു കൊലപാതകം, മർഡർ നടന്നു എന്ന് വിചാരിക്കാം. മർഡർ സൈറ്റില് നമുക്ക് നമ്മൾ കൾപ്രിറ്റ് എന്ന് വിചാരിക്കുന്ന വ്യക്തി, അതായത് ആ കൊല ചെയ്ത അയാളുടെ എന്തെങ്കിലും ഒരു ബോഡിയിലത്തെ ഹെയറോ അയാളുടെ സെലൈവയോ അല്ലെങ്കിൽ ബ്ലഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ബോഡി പാർട്ടിലെ ഏതെങ്കിലും ഒരു കോശം നമുക്ക് സെല്ല് നമുക്ക് വീണ് കിട്ടുകയാണെങ്കിൽ ആ സെല്ലിലൊക്കെ അയാളുടെ DNA ഉണ്ടാവും. ആ DNA അയാൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, യുണീക്ക് ആയിരിക്കും. അപ്പൊ നമുക്ക് ക്രൈം സീനിൽ നിന്ന് നമുക്ക് കിട്ടുക ചിലപ്പോൾ ഒരു ഹെയർ ഒക്കെ ആവും. പക്ഷെ അതിനകത്ത് ഉണ്ടാവുന്ന ആ DNA ഉണ്ടല്ലോ, അതിന്റെ എത്ര കോപ്പീസ് വേണമെങ്കിലും നമുക്ക് PCR വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബില്യൺ കോപ്പീസ് വരെ ആക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ കൾപ്രിറ്റ് എന്ന് വിചാരിക്കുന്ന ആളുടെ ആ DNA ആ ഒരു സോഴ്സ് നമ്മുടെ കയ്യിൽ വളരെ അധികമായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് പല രീതിയിൽ അതിന് വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പറ്റും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് PCR യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മള് ഇപ്പൊ റീകോമ്പിനന്റ് DNA ടെക്നോളജി ചെയ്യുകയാണെങ്കിലും ജീൻ ഓഫ് ഇൻട്രസ്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഇതൊരു നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ഫങ്ഷൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമുക്ക് ബേസിക് സ്റ്റെപ്സ് ഓഫ് PCRലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തിനാണ് PCR ഉപയോഗിക്കണമെന്ന് മനസ്സിലായില്ലേ? ആംപ്ലിഫിക്കേഷൻ. 3 ബേസിക് സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ഡീനാച്ചുറേഷൻ, പിന്നൊന്ന് അന്നീലിംഗ്, പിന്നൊന്ന് എക്സ്റ്റൻഷൻ. ഓരോന്നിനും ടെമ്പറേച്ചർ നോട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഡീനാച്ചുറേഷൻ സംഭവിക്കുക 95 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു 90-95 റേഞ്ചിൽ എന്തായാലും 90 above എന്തായാലും ഡീനാച്ചുറേഷൻ എന്ന് പറയുന്ന ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഉണ്ടാവും. അനീലിംഗ് എന്ന് പറയുന്ന ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ 55 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടാവും. തേർഡ് സ്റ്റെപ്പിൽ 75 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ആദ്യം നന്നായി ടെമ്പറേച്ചർ ഒന്ന് ഇൻക്രീസ് ചെയ്തു, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ടെമ്പറേച്ചർ ഒന്ന് കുറച്ചു, മൂന്നാമത്തെ സ്റ്റെപ്പിലും ടെമ്പറേച്ചർ ഒന്ന് കൂട്ടി, കൂടുതൽ കുറയുന്നു കൂടുന്നു. ഇങ്ങനെയാണ് ഈ ഒരു ഓർഡർ പോകുന്നത്. ഇതൊരു സൈക്ലിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതിയിട്ടുള്ളത്. ഡീനാച്ചുറേഷൻ ഒന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ തന്നിട്ട് നമുക്ക് പോവാം. അപ്പൊ കുറച്ചുകൂടി എളുപ്പമാണ്. ഡീനാച്ചുറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന ഡബിൾ സ്ട്രാൻഡഡ് ആയിട്ടുള്ള DNA, ഇവിടെ ഇങ്ങനെ ബോൺസ് ഒക്കെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള DNA, അതിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അകത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഒരു ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഡീനാച്ചുർ ചെയ്ത് കളയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യാന്നൊക്കെയാണ് പറയുക. ബട്ട് എന്താ പറയുക, അതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാന്നുള്ള അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഡബിൾ സ്ട്രാൻഡഡ് DNA സിംഗിൾ സ്ട്രാൻഡഡ് DNA ആക്കി മാറ്റുന്ന ആ സ്റ്റെപ്പാണ് ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെ മെൽറ്റിംഗ് എന്നും പറയും. മെൽറ്റിംഗ് ഓഫ് DNA. മെൽറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ DNA നമ്മൾ അലിയിച്ച് കളഞ്ഞ് അങ്ങനെ അലിയിച്ചാൽ മതി. ഹൈ ടെമ്പറേച്ചർ ആണ് അപ്പൊ അതിന് ആവശ്യം. അന്ന് ആലോചിച്ച് വെക്കാം. മെൽറ്റ് ചെയ്യാൻ നമുക്ക് ടെമ്പറേച്ചർ വേണ്ടേ? അപ്പൊ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ 95 ഡിഗ്രി സെൽഷ്യസ് ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പില് അനീലിംഗ്. അനീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ ചെയ്യുക എന്നുള്ള അർത്ഥത്തിലാണ്. ജോയിൻ ചെയ്യുക. ഓക്കെ, ജോയിൻ ചെയ്യുക. ദാറ്റ് ഈസ് നമ്മള് ഒരു പ്രൈമർ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ നിങ്ങൾക്ക് പുതുതായിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ പറയാം. ഒരു പ്രൈമർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ടാവും. അയാൾ ഈ ഒരു സിംഗിൾ സ്ട്രാൻഡഡ് DNAയുമായിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യിക്കും. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും.
പിന്നെ ആനീലിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് എക്സ്റ്റൻഷൻ ആണ്. എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈമറിൽ ആ പ്രൈമറിന്റെ എക്സ്റ്റൻഷൻ ആണ്. ഈ പ്രൈമർ ഇങ്ങനെ ന്യൂക്ലിയോടൈഡ്സ് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. ഇങ്ങനെ അങ്ങനെ അറ്റ് ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ 2 DNA കോപ്പീസ് ഫസ്റ്റ് സൈക്കിളിൽ നിന്ന് കിട്ടും. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്ങനെയായിരുന്നാലും നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. നമുക്ക് ശ്രദ്ധിച്ച് കാണാം. വരും, നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് നോക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ PCR നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ആവശ്യമാണ്. ഒന്ന് നമ്മുടെ ഡബിൾ സ്ട്രാൻഡ് DNA ആണ്. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള ആ ഒരു DNA, ഡബിൾ സ്ട്രാൻഡ് DNA. അത് മനസ്സിലായോ? ഓക്കെ. നമ്മളൊരു സപ്പോസ് നമ്മളൊരു ക്രൈം സീൻ ഡീൽ ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ നമ്മള് ഒരു ഹെയർ നമുക്ക് കിട്ടി കൾപ്രിറ്റിന്റെ. ആ ഹെയറിലത്തെ ആ DNA നമ്മൾ എടുത്തു. ആ DNA നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതാണ് നമ്മളിവിടെ പറഞ്ഞ ഡബിൾ സ്ട്രാൻഡഡ് DNA. ഇനി ഇത് റീകോംബിനന്റ് DNA ടെക്നോളജി ആണെങ്കിൽ അതിൽ നമുക്ക് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി പ്രൈമേഴ്സ്. എന്താ പ്രൈമേഴ്സ്? പ്രൈമേഴ്സ് എന്ന് പറയുന്ന അടുത്ത റോ മെറ്റീരിയൽ ആണ്. അതെന്ന് വെച്ചാൽ കെമിക്കലി സിന്തസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഒലിഗോ ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, മോണോ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്, പോളി ന്യൂക്ലിയോടൈഡ്സ് ഉണ്ട്. മോണോ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ന്യൂക്ലിയോടൈഡ് ഉണ്ടാവുള്ളൂ, മോണോ. ഒലിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 8 to 10 അങ്ങനെയൊക്കെ ഒരു റേഞ്ചില് വരുന്ന ഒരു എന്താ പറയാ, ഒരു 20 to 40 ഒരു നമുക്കൊരു റേഞ്ച് പിടിക്കാൻ 20 to 40 ബേസിസ് കൊണ്ടൊക്കെയാവും ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അങ്ങനത്തെ ഒരു ന്യൂക്ലിയോടൈഡ്സ്, ഒരു കുറച്ചധികം ന്യൂക്ലിയോടൈഡ്സുകൾ, ഒന്നിനേക്കാൾ കൂടുതൽ ന്യൂക്ലിയോടൈഡ്സുകൾ ചേർത്തുണ്ടാക്കിയ ന്യൂക്ലിയോടൈഡ്, അതാണ് ഒലിഗോ ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് സ്ട്രെച്ച് ഓഫ് DNA. ആ പോളി എന്ന് പറയുമ്പോൾ അതിലും കൂടുതൽ ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു സ്ട്രെച്ച് ഓഫ് DNA ആണ് പ്രൈമർ എന്ന് പറയുന്നത്. ആ പ്രൈമറിന്റെ പ്രത്യേകത ദേ ആർ കോംപ്ലിമെന്ററി. കോംപ്ലിമെന്ററി എന്നുള്ള വാക്ക് അറിയാത്തവരുണ്ടെങ്കിൽ നോക്ക്. അതായത് എക്ക് കോംപ്ലിമെന്ററി, എന്ന് പറഞ്ഞാൽ എന്താ, അഡിനിൻ എന്ന് പറയുന്ന ബേസ്. ഈ ബേസിന് കോംപ്ലിമെന്ററി ആണ് തൈമിൻ. ജി എന്ന് പറഞ്ഞാൽ ഗ്വാനിന് കോംപ്ലിമെന്ററി ആണ് സൈറ്റോസിൻ. ATGC റൂൾ അറിയാതെ ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതൊരു റൂളാണ്. അഡിനിൻ എന്ന ബേസ് ഓൾവേസ് പെയർ വിത്ത് തൈമിൻ, ഗ്വാനിൻ എന്ന ബേസ് ഓൾവേസ് പെയർ വിത്ത് സൈറ്റോസിൻ. ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കോംപ്ലിമെന്റാരിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്നതിനെയാണ് കോംപ്ലിമെന്ററി ആയിട്ട് ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഈ പ്രൈമേഴ്സും കോംപ്ലിമെന്ററി ആണ്. ആരോട് കോംപ്ലിമെന്ററി ആണ്? ടു ദ റീജിയൻസ് ഓഫ് DNA. നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് DNAയുടെ പല റീജിയൻസിനോടും ഈ ഒരു പ്രൈമർ എന്ന് പറയുന്ന ആള് കോംപ്ലിമെന്ററി ആണ്. അപ്പൊ ഇവര് മൊത്തത്തിൽ 20-40 ബേസ് ലെങ്ത് ആയിരിക്കും ഇവർക്ക് വരിക. പക്ഷെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർ സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. അപ്പൊ എന്തൊക്കെയാണ് പ്രൈമർ ഒരു ആർട്ടിഫിഷ്യലി നമ്മൾ സിന്തസൈസ് ചെയ്തൊരു ഒലിഗോ ന്യൂക്ലിയോടൈഡ് ആണ്. ഇങ്ങനെ ഒരു സ്മോൾ സ്ട്രെച്ച് ഓഫ് DNA ആണ്. ഓക്കെ, ഇവര് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. 20-40 ബേസ് പെയർ ലെങ്ത് ആണ് ഇവർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ വരുള്ളൂ. ആൻഡ് ദേ ആർ കോംപ്ലിമെന്ററി ടു ദ ഡബിൾ സ്ട്രാൻഡഡ് DNA. കോംപ്ലിമെന്ററി. അപ്പൊ നമ്മുടെ സെക്കൻഡ് റോ മെറ്റീരിയൽ കഴിഞ്ഞു. അടുത്തത് തേർഡ് റോ മെറ്റീരിയൽ ടാഗ് പോളിമറൈസ് ആണ്. ദാറ്റ് ഇസ് DNA പോളിമറൈസ്. സാധാരണ DNAയുടെ റെപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന എൻസൈമുകളെ നമ്മൾ DNA പോളിമറൈസ് എന്ന് വിളിക്കും. പക്ഷെ PCR നമുക്കൊരു പ്രത്യേക തരത്തിലുള്ള പോളിമറൈസ് വേണം. അതിന്റെ പേരാണ് ടാഗ് പോളിമറൈസ്. ടാഗ് പോളിമറൈസ് എന്ന് പറഞ്ഞാൽ തെർമസ് അക്വാട്ടിക്കസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. അതിനെയാണ് നമ്മൾ ടാഗ് എന്ന് ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. അപ്പൊ ഈ ബാക്ടീരിയയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുത്ത ഒരു എൻസൈമാണ് ടാഗ് പോളിമറൈസ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഹോട്ട് സ്പ്രിങ്സിലാണ് ഈ ബാക്ടീരിയ താമസിക്കുന്നത്. ഭയങ്കര ചൂടുള്ള ഒരു കണ്ടീഷനിൽ. ശരിക്കും നല്ല, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ, പ്രോട്ടീനൊക്കെ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ വിട്ട് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അവര് തീർച്ചയായിട്ടും ഡീനാച്ചുർ ചെയ്ത് പോകുമെന്ന് പഠിച്ചിട്ടുണ്ട്.
അല്ലെ? അപ്പോ ആ ഒരു കണ്ടീഷൻ സാധാരണ എൻസൈമുകൾക്ക് താങ്ങില്ല. എന്നാൽ ഈ ടാക് പോളിമറൈസിന് മാത്രം ഹോട്ട് സ്പ്രിങ്സിൽ താമസിക്കുന്ന ഈ ബാക്ടീരിയ ഉള്ളിൽ കാണുന്ന ഒരു മാത്രമുള്ള ഒരു എൻസൈമാണ് ഇവരുടെ. ആ ഒരു എൻസൈമിന് ഒരു ഹൈ ടെമ്പറേച്ചർ, ഇപ്പൊ നമ്മള് 75 അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെയുള്ള അത്രയും ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വരെ അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ എൻസൈമൊക്കെ 37 ഡിഗ്രി സെൽഷ്യസ് അതല്ലേ നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ എന്തോ അതാണല്ലോ നമ്മുടെ ബോഡിയിലെ എൻസൈംസ് ഒക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചർ. അപ്പൊ ആ ഒരു റേഞ്ച് ഒക്കെ സാധാരണ ഒരുവിധം പെട്ട എല്ലാ എൻസൈമും വിത്ത്സ്റ്റാൻഡ് ചെയ്യുള്ളൂ, എന്നുവെച്ചാൽ അവർക്ക് സഹിക്കാൻ പറ്റുള്ളൂ, ബെയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ടാക് പോളിമറൈസിന് മാത്രം ഒരു 75 ആ റേഞ്ചിലുള്ള ടെമ്പറേച്ചറിലേക്കൊക്കെ ഒപ്റ്റിമം ലെവൽ പോകുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായി. അത് നമുക്ക് PCR ഉപയോഗിക്കാൻ പറ്റി. ഓക്കെ, കാരണം PCR ഒട്ടുമിക്ക സ്റ്റെപ്സും നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. അതുകൊണ്ട് അപ്പൊ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന റെപ്ലിക്കേഷൻ എൻസൈം. അത് കഴിഞ്ഞിട്ട് ഡിയോക്സി